എനിക്കും എന്റെ 3 ഫ്രണ്ട്സിനും കൂടി കുഴിമന്തി കഴിക്കാനുള്ള ഐസ്ക്രീമിനുള്ള കാശിന് ഞാൻ അവിടെ പോവും. ഉപദേശങ്ങളൊക്കെ ഇത്രയും കോസ്റ്റ്ലി ആണോ? ഈ ലവ് എന്ന് പറയുന്നത് തന്നെ കാശ് ഒരുപാട് പൊട്ടും നേർപ്പാടേട്ടാ. ചേട്ടൻ അറിയാത്തത് കൊണ്ടാ എന്റെ കൂട്ടുകാരികളൊക്കെ അവരുടെ ബോയ് ഫ്രണ്ടിനെ ശരിക്കും മുടിപ്പിക്കും. ദാ, 500 കൂടെ തരാം. ഇനി ചോദിക്കരുത്. എന്റെ കയ്യിൽ ഇപ്പൊ ഇത്രേ ഉള്ളൂ. ശരി, പറ, എന്താ അറിയേണ്ടത്? മോഹനും ആ കുട്ടിയും തമ്മില് ഫോണിൽ സംസാരിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അടുത്ത പടിയിലേക്ക് കാലെടുത്ത് വെക്കണമെന്ന് മോഹനൊരു ആഗ്രഹം. അടുത്ത പടി എന്ന് പറയുമ്പോ ഈ പ്രേമിക്കുന്ന കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന ഏർപ്പാടൊക്കെ ഉണ്ടല്ലോ. ഓ, അവനവക്ക് ഇതിനകം തന്നെ കുറെ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു. നാരങ്ങ മിഠായിയും സ്വീറ്റ്സും അങ്ങനെ പലതും. പക്ഷേ സ്വീറ്റ്സും നാരങ്ങ മിഠായി ഒന്നും പ്രണയത്തിന്റെ അടയാളങ്ങളല്ലല്ലോ. അതൊക്കെ സഹോദരികൾക്ക് കൊടുക്കാം, ബന്ധുക്കൾക്ക് കൊടുക്കാം, കൂട്ടുകാരികൾക്കും കൊടുക്കാം. കിട്ടുന്നയാൾക്ക് പ്രണയ സമ്മാനമാണെന്ന് മനസ്സിലാവുന്ന ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന മോഹന്റെ ആഗ്രഹം. പക്ഷേ എന്തു കൊടുക്കണമെന്ന് എത്ര ആലോചിച്ചിട്ടും അവന് പിടികിട്ടുന്നില്ല. അതുകൊണ്ടാ നിന്നോട് ചോദിക്കാൻ പറഞ്ഞത്. ആ കുട്ടിയുടെ നേച്ചർ എങ്ങനാ? എന്നുവെച്ചാ മോഡേൺ ആണോ സാധാ ടൈപ്പ് ആണോ? മോഡേൺ അല്ല, സാധാരണ കുട്ടിയാ. ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാൻ കഴിയോ? എക്സാമ്പിൾ അറിയാണെങ്കിൽ പാറുല്ലേ, പാർവതി. ഏകദേശം അവളെ പോലെയാ കാണാനും സ്വഭാവം എല്ലാം. അവളെ പോലുള്ള ഒരു കുട്ടി എന്ന് പറയുമ്പോ ഒട്ടും പരിഷ്കാരമില്ലാത്ത ഒരു നാടൻ ടൈപ്പ്. അങ്ങനെയുള്ളവർ വില കൂടിയ ഗിഫ്റ്റ് ഒന്നും സ്വീകരിക്കണമെന്നില്ല. അധികം വിലയില്ലാത്ത മതി. കുപ്പിവളകൾ.